മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിലെത്തിയ സിനിമയുടെ പേര്, ഇൻഡസ്ട്രി ഹിറ്റായ ലോകയിൽ ദുൽഖർ എത്തിയ കഥാപാത്രത്തിൻ്റെ പേര്. ഇപ്പോഴിതാ ആ പേരും കഥാപാത്രവും പാൻ ഇന്ത്യൻ ആവുകയാണ്. പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, പുത്തൻ ആഖ്യാന ശൈലിയിൽ. സംവിധായകൻ്റെയും നായകൻ്റെയും പേരിനൊപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നുകൂടി ഒന്നിക്കുകയാണ് രാത്രിയുടെ രാജാവിൻ്റെ പെരുങ്കഥ പറയാൻ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പോസ്റ്ററിൽ സിനിമയിലെ ആരുടെയും ലുക്ക് പോലുമില്ല. പക്ഷേ അടിമുടി ഹൈപ്പ് കയറും വിധം പേരുകളായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. ഒടിയൻ, രാഹുൽ സദാശിവൻ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, കരൺ ജോഹർ, ധർമ്മ പ്രൊഡക്ഷൻസ്, അങ്ങനെ ഒരു ലിസ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒടിയൻ, ദ ഏജ് ഓഫ് ഇല്യൂഷൻ. 2018-ൽ ഒടിയൻ എന്ന പേരിൽ ഒരു സിനിമ എത്തിയപ്പോൾ കേരളക്കര കണ്ടത് അന്നേ വരെ ഇല്ലാത്തൊരു ആവേശമായിരുന്നു. ഹർത്താൽ പോലും വകവെക്കാതെ ആദ്യ ദിവസം പൊരി വെയിലത്ത് ക്യൂ നിന്ന് ആളുകൾ സിനിമ കണ്ടു. പക്ഷേ ആ ആവേശത്തെയെല്ലാം നിരാശയിൽ ആഴ്ത്തുന്നതായിരുന്നു സിനിമയുടെ റെസ്പോൺസ്. വൻ നെഗറ്റീവ് റിവ്യൂകളോടെ സിനിമ കൂപ്പുകുത്തി. മോഹൻലാലിൻ്റെ ലുക്കിനെ പോലും അന്ന് ആളുകൾ വേട്ടയാടി. ആ തകർച്ച ഓരോ മോഹൻലാൽ ആരാധകനെയും വല്ലാതെ തളർത്തിയതാണ്. കഴിഞ്ഞ വർഷം മുത്തശ്ശി കഥകളുടെ മോഡേൺ വേർഷനിൽ ലോക എത്തിയപ്പോൾ തിയേറ്ററിൽ ഏറെ ആഘോഷിക്കപ്പെട്ടു ദുൽഖറിൻ്റെ ഒടിയൻ. ശത്രുക്കളെ മൃഗങ്ങളുടെ പൊയ്വേഷം കെട്ടി പേടിപ്പിക്കുന്നവരാണ് ഒടിയൻ എന്ന കൺസെപ്റ്റിനെ ലോകയിൽ സ്ക്രീനിൽ കാണിച്ചില്ലെങ്കിലും ആ പേരും ദുൽഖറിൻ്റെ കുറച്ചു നേരത്തെ ക്യാമിയോയുമെല്ലാം പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. ഇപ്പോഴിതാ മൂന്നാമതൊരു ഒടിയൻ കൂടി ഇവിടെ പിറവിയെടുക്കുകയാണ്. പൃഥ്വിരാജും മഞ്ജു വാര്യറുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ ആരായിരിക്കും ഒടിയൻ എന്ന ചോദ്യം പലർക്കുമുണ്ട്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല താനും. ഫോക്ലോറുകൾ പ്രകാരം സ്ത്രീക്കും ഒടിയനാകാം, എന്നാൽ പേര് മറ്റൊന്നായിരിക്കും. ഇവിടെ ഒടിയൻ എന്ന് തന്നെയാണ് ടൈറ്റിൽ എന്നതിനാൽ പൃഥ്വിയായേക്കും ടൈറ്റിൽ റോളിൽ എത്തുകയെന്ന് നിലവിൽ വിശ്വസിക്കാം. ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് പൃഥ്വിരാജ് മൂവികളിൽ ഒന്നുകൂടി ആവുകയാണ് ഒടിയൻ. രാഹുൽ സദാശിവൻ, മലയാളി സിനിമാ പ്രേമിക്ക് ഇന്ന് ഹൊറർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം. ഹൊറർ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച സംവിധായകൻ. റെഡ് റെയിൻ എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലർ മുതൽ ഡിയസീറ എന്ന ഹൊറർ ത്രില്ലറിൽ വരെ ആ വ്യത്യസ്തത നമ്മൾ കണ്ടു. ഇതുവരെ എത്തിയ രാഹുൽ സദാശിവൻ ചിത്രങ്ങളിലെല്ലാം വീടിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഭൂതകാലത്തിലും ഭ്രമയുഗത്തിലും ഡയസീറയിലുമെല്ലാം വീടിനുള്ളിലാണ് ഭയം പ്രേക്ഷകനെ തേടിയെത്തുന്നത്. മമ്മൂക്കയെ ഇന്നേ വരെ കണ്ട വേഷങ്ങളിൽ നിന്നെല്ലാം മാറ്റി പീക്ക് വില്ലനിസത്തിൽ ചാത്തനായി അയാൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇനി അതേ നാടോടി കഥയുടെ മറ്റൊരു അധ്യായത്തിലൂടെ പൃഥ്വിയെ ഒടിയനായി അവതരിപ്പിക്കാൻ പോകുന്നു. മറ്റെന്തുകൊണ്ടും ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും സംവിധായകൻ തന്നെ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനൊപ്പം ചേർന്ന് സിനിമ നിർമ്മിക്കുന്ന ധർമ്മ പ്രൊഡക്ഷൻസിന്റെ പേര് സിനിമയുടെ സ്കെയിൽ കൂടി സൂചിപ്പിക്കുന്നു. കരൺ ജോഹർ എന്ന പേര് ഹിന്ദിയിൽ കൂടി ഒരുങ്ങുന്ന മലയാളം സിനിമയ്ക്ക് ബോളിവുഡ് മാർക്കറ്റിൽ തുറന്നിടുന്നത് വലിയൊരു സാധ്യതയാണ്. മലയാള സിനിമയുടെ കഥപറച്ചിൽ ശൈലിയോടുള്ള ആദരവാണ് ഈ ചിത്രത്തിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന് കരൺ ജോഹർ വ്യക്തമാക്കുന്നുണ്ട്. വലിയ ക്യാൻവാസിൽ സിനിമ ഒരുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ രാഹുൽ സദാശിവനും പറയുന്നു. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായ ഒടിയന്റെ കഥ ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പൃഥ്വിരാജും വ്യക്തമാക്കി. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഐതിഹ്യങ്ങളും മിത്തുകളും കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിൽ ഒടിയനെത്തും. പണ്ട് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ എല്ലാം ഉണ്ട്, ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന്. പാൻ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാനുള്ള ആ സ്പാർക്കാകും ധർമ്മ പ്രൊഡക്ഷൻസിന്റെ വരവോടുകൂടി ഒടിയൻ. ഏകാന്തതയും ഇരുട്ടും ടൈമിങ്ങും ടൂൾസ് ആക്കിയ ഒടിയന്റെ കഥ രാഹുൽ സദാശിവന്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ പുറത്തു വരുന്നതിനായി വെയിറ്റിംഗ് ആണ്. ക്രോസ് ഓവർ തിയറികളെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലേതൊക്കെ സത്യമാകുമെന്നും ആരൊക്കെ സിനിമയിൽ ഭാഗമാകുമെന്നും കാത്തിരുന്നു കാണാം.